നമ്മളെല്ലാവരും ദിവസവും ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് വിവരങ്ങൾ കണ്ടെത്തുന്നവരാണ്. മണിക്കൂറിൽ ഏകദേശം കോടിക്കണക്കിന് വിവരങ്ങളാണ് ഗൂഗിളിലൂടെ ആളുകൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നത്. ഗൂഗിൾ ഇല്ലാതെ ജീവിക്കുക എന്നത് നമുക്കൊരു പ്രയാസകരമായൊരു കാര്യമായി തന്നെ തോന്നിത്തുടങ്ങി. ഉദാഹരണമായി ഞാൻ നമ്മുടെ ഗൂഗിളിൽ കേരള ടൂറിസം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കേരള ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നു. ഏകദേശം 62 മില്യൺ റിസൾട്ടാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. 62 മില്യൺ റിസൾട്ടിൽ എല്ലാം നമുക്ക് വേണ്ട റിസൾട്ട് ആയിരിക്കില്ല, എന്നാലും 62 മില്യൺ റിസൾട്ട് കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് എത്തിച്ചു തന്നത് ഗൂഗിൾ ഒരു 0.72 സെക്കൻഡ്സ് കൊണ്ടാണ് ഇത്രയും റിസൾട്ട് നമുക്ക് എത്തിച്ചു തന്നത്. വെറും ഒരു വെബ്സൈറ്റായ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റു വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് എത്തിച്ചു തരുന്നത്? ഈ ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതായത് ഗൂഗിൾ സെർച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഗൂഗിൾ സെർച്ചിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും 3 പ്രോസസ്സുകളാണുള്ളത്. ഒന്നാമത്തത് ക്രൗളിംഗ്, രണ്ടാമത്തത് ഇൻഡെക്സിംഗ്, മൂന്നാമത്തത് റാങ്കിംഗ്. ഈ 3 പ്രോസസ്സുകളും കൂടി ചേരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും വേർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതുപോലെ റിസൾട്ട് വരുന്നത്. ഇതിൽ ഒന്നാമത്തതായ ക്രൗളിംഗ് എന്താണെന്ന് നോക്കാം. ഈ 3 പ്രോസസ്സുകളും ഗൂഗിൾ മാത്രമല്ല, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ മാത്രമല്ല, മറ്റു എല്ലാ സെർച്ച് എഞ്ചിൻസും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ 3 പ്രോസസ്സുകളും. നമ്മളിവിടെ ഗൂഗിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗൂഗിളാണിത് നല്ല ഫലപ്രദമായി ഉപയോഗിക്കുന്നതും ഇപ്പോൾ മറ്റു സെർച്ച് എഞ്ചിൻസുകളെ അപേക്ഷിച്ച് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതും ഗൂഗിളാണ്. ക്രൗളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പ്രധാനപ്പെട്ടത് വെബ് ക്രൗളർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനെ നമുക്ക് സ്പൈഡർ എന്നും വിളിക്കാം, അതുപോലെ തന്നെ റോബോട്ട് എന്നും വിളിക്കാം. ഗൂഗിളിൻ്റെ ഈ പ്രോഗ്രാമിനെ ഗൂഗിൾ ബോട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ വെബ്സൈറ്റിലും കയറി ആ വെബ്സൈറ്റിനെ സ്കാൻ ചെയ്ത് അതിലെ മീഡിയാസ്, അതായത് ടെക്സ്റ്റ്, അതിലുള്ള പിക്ചേഴ്സ്, അതിലുള്ള വീഡിയോസ്, അതിലുള്ള പാരഗ്രാഫ്സ് എല്ലാം സ്കാൻ ചെയ്ത് അതിൻ്റെ ഒരു വിവരങ്ങൾ ശേഖരിച്ച് വെക്കുകയാണ് ഈ ഗൂഗിൾ ബോട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നത്. ഉദാഹരണമായി ആദ്യം ഗൂഗിൾ ബോട്ട് ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ മറ്റു വെബ്സൈറ്റുകളുടെ ലിങ്ക് ഉണ്ടെങ്കിൽ അതിലോട്ട് കയറുന്നു. മറ്റു വെബ്സൈറ്റുകളിലെ ലിങ്ക് ഉണ്ടെങ്കിൽ അതിലോട്ട് കയറി ഇങ്ങനെ ഒരുവിധം എല്ലാ വെബ്സൈറ്റിലും ഗൂഗിൾ ബോട്ട് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കയറി ആ വെബ്സൈറ്റുകളിലെ എല്ലാ പേജും സ്കാൻ ചെയ്ത് അതിലുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ച് കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വെബ്സൈറ്റിൽ പുതിയൊരു പേജ് അപ്ഡേറ്റ് ചെയ്താൽ പോലും ചില ഇടവേളകളിൽ ഇത് വീണ്ടും അവിടെ ആ വെബ്സൈറ്റിലെത്തി സ്കാൻ ചെയ്യുന്നു. ഇങ്ങനെ സ്കാൻ ചെയ്ത് ആ വെബ്സൈറ്റിലെ എല്ലാ വിവരങ്ങളും, ടെക്സ്റ്റും, നമ്മൾ അതിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ്, കീവേഡ്സ്, അതുപോലെ പിക്ചേഴ്സ്, വീഡിയോസ്, അതുമായി ബന്ധപ്പെട്ട് പാരഗ്രാഫ്സ്, ഇവയെല്ലാം സ്കാൻ ചെയ്ത് അതിലെ വിവരങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരികയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതാണ് ഗൂഗിൾ സെർച്ചിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി വരുന്നത് ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇൻഡെക്സിങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ ബോട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ ഇൻഡെക്സിംഗ് എന്ന പ്രോസസ്സ് വഴി ഗൂഗിൾ അനലൈസ് ചെയ്യുന്നു. അതിലെന്തെല്ലാം കീവേഡ്സുകളാണുള്ളത്, എന്തെല്ലാം വേർഡുകളാണ് അതിൻ്റെ പാരഗ്രാഫിലുള്ളത്, ആ പിക്ചേഴ്സിൻ്റെ നെയിം, വീഡിയോസിൻ്റെ നെയിം, വീഡിയോയിൽ എന്തെങ്കിലും ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, പിക്ചറിന് എന്തെങ്കിലും ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, ഇവയെല്ലാം അനലൈസ് ചെയ്ത് പ്രത്യേക ഒരു ഓർഡറിൽ സൂക്ഷിച്ചു വെക്കുക എന്നാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ സംഭവിക്കുന്നത്. ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് ഫേക്ക് വെബ്സൈറ്റുകളായിരിക്കും, അതുപോലെ വൈറസുകൾ അടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ടായിരിക്കും. ഇവയെല്ലാം ഈ അവസരത്തിൽ ഗൂഗിൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ജെനുവിനായിട്ടുള്ള ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നു. ഇതാണ് ഇൻഡെക്സിംഗ് പ്രോസസ്സ് വഴി നടക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ അത് ഈ ഡാറ്റാബേസിൽ ചെക്ക് ചെയ്യുന്നു. ആ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ റിസൾട്ടായിട്ട് നമുക്ക് തരുന്നു. മൂന്നാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റാങ്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഉദാഹരണമായി നമ്മളിവിടെ കേരള ടൂറിസം എന്ന് എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് ആദ്യമായി ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ kerala-tourism.org എന്ന് പറയുന്ന വെബ്സൈറ്റാണ് നമുക്ക് ലഭിച്ചത്. നമുക്കതിൻ്റെ താഴെ കേരള ടൂറിസം ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്. അതുപോലെ അതിന് താഴെ വിക്കിപീഡിയയിലെ ടൂറിസം ഇൻ കേരള എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതുപോലെ ഈ കേരള ടൂറിസം എന്ന് പറയുന്ന, കേരള ടൂർ പാക്കേജസ് എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് അല്ല എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം തന്നെ റിസൾട്ട് വന്നത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ റിസൾട്ടാണ്. ഇങ്ങനെ ഒന്നാമതായി നമുക്ക് ജെനുവിൻ റിസൾട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് നമ്മൾ റാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വെബ്സൈറ്റ് ഒന്നാമതായി റാങ്കിങ്ങിൽ എത്തുന്നതിന് വേണ്ടി ഗൂഗിൾ നമ്മുടെ കയ്യിൽ നിന്നും യാതൊരു പേയ്മെൻറ്റും സ്വീകരിക്കുന്നതല്ല. ഗൂഗിൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ
ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഗൂഗിൾ ഒരു വെബ്സൈറ്റിന് റാങ്കിംഗ് നൽകുന്നത്. സോ ഉദാഹരണമായി നമ്മളിവിടെ കേരള ടൂറിസം എന്ന് എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിച്ചു. സോ രണ്ടാമതായി നമുക്ക് വിക്കിപീഡിയയുടെ ഒരു റിസൾട്ടാണ് ലഭിച്ചത്. സോ ഉദാഹരണമായി ഞാനിവിടെ കേരള ടൂറിസം എന്ന് എൻ്റർ ചെയ്ത ശേഷം എല്ലാവരും ഈ വിക്കിപീഡിയയുടെ റിസൾട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെന്ന് വെക്കുക. എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ആളുകൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അതിന് ഒരു ഗൂഗിളിന് അത് മനസ്സിലാവുകയുള്ളൂ. ഒഫീഷ്യൽ വെബ്സൈറ്റിനേക്കാളും കാര്യമായി ആളുകൾ ഓപ്പൺ ചെയ്യുന്നത് ഈ വിക്കിപീഡിയയുടെ വെബ്സൈറ്റാണ്. സോ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ദിവസം ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ വിക്കിപീഡിയയുടെ റിസൾട്ടായിരിക്കും ഒന്നാമത്തെ റാങ്കിങ്ങിൽ വരുന്നത്. അങ്ങനെ ഇത് ഒരു ഘടകമാണ്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന റേറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ഘടകമാണത്. റാങ്കിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ സെർച്ച് ചെയ്യുന്നത് ആ ലൊക്കേഷനാണ്. ഉദാഹരണമായി നിങ്ങൾ കൊച്ചിയിൽ നിന്നാണ് റെസ്റ്റോറൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് കൊച്ചിയിലെ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും. അവരുടെ ഫോൺ നമ്പറും അവരുടെ ലൊക്കേഷനും എല്ലാമായിരിക്കും ആദ്യത്തെ റിസൾട്ടായി വരുന്നത്. അതേസമയം നിങ്ങൾ കോഴിക്കോട് ഇരുന്നാണ് റെസ്റ്റോറൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോടുള്ള റെസ്റ്റോറൻറ്റുകളുടെ വിവരമായിരിക്കും ആദ്യത്തെ റിസൾട്ടുകളിൽ വരുന്നത്. സോ ഇതുപോലെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഗൂഗിൾ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് വെബ്സൈറ്റുകൾക്ക് നൽകുന്ന റാങ്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ റാങ്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗൂഗിളിൽ റാങ്കിംഗ് കൂട്ടുന്നതിനും നമ്മുടെ കയ്യിൽ നിന്ന് ഗൂഗിൾ യാതൊരുവിധ പേയ്മെൻറ്റും സ്വീകരിക്കുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഗൂഗിൾ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. അതുപോലെ ഗൂഗിൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ കേരള ടൂറിസം എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കേരള ടൂറിസത്തെക്കുറിച്ചുള്ള പ്രധാന ഡെസ്റ്റിനേഷനുകളുടെ ഫോട്ടോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ കേരളത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്, വിക്കിപീഡിയയിലെ ഡീറ്റെയിൽസ് നമുക്ക് സൈഡിൽ കാണാൻ കഴിയും. പണ്ടൊക്കെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയില്ലായിരുന്നു. നമുക്ക് വെബ്സൈറ്റ് റിസൾട്ട് മാത്രം വരും. അതിനുശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ ആ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. സോ ഇപ്പോൾ ഗൂഗിൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഉദാഹരണമായി നമ്മളിവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ഗൂഗിളിലെ വെബ് പേജിൽ തന്നെ 15 ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് വരും. സോ ഇനി ഉദാഹരണമായി നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ ചില ഭാഗങ്ങൾ ഗൂഗിൾ സെർച്ചിൽ വരേണ്ടതില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് സെർവറിൽ robot.txt എന്ന് പറയുന്ന ഒരു ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഈ ഒരു ഫയലിൽ എഴുതുന്ന കോഡ് ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റ് സ്കാൻ ചെയ്യുന്നതിൽ നിന്നും ഗൂഗിൾ ബോട്ട് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു പ്രത്യേക പേജാണ് ഗൂഗിൾ ബോട്ടിൽ നിന്നും തടഞ്ഞു നിർത്തേണ്ടതെങ്കിൽ അതിനുള്ള കോഡ് എഴുതി കഴിഞ്ഞാൽ ഗൂഗിൾ ബോട്ട് ആ പേജ് മാത്രം സ്കാൻ ചെയ്യാതെ ബാക്കി എല്ലാ ഭാഗങ്ങളും സ്കാൻ ചെയ്യുന്നതാണ്. സോ ഈ ഒരു രീതിയിലാണ് ഗൂഗിൾ സെർച്ച് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.